തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഇന്നലെ പ്രതികളായ പുതുക്കാട് നൂലുവള്ളി മുല്ലയ്ക്കാപ്പറമ്പിൽ അനിഷയുടെയും ആമ്പല്ലൂർ ചേനക്കാല വീട്ടിൽ ഭവിനെയും കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളുടെ മൊഴിക്ക് പുറമെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉമേഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ഭവിൻ കവറിലാക്കി കൊണ്ടുവന്ന അസ്ഥി കഷ്ണങ്ങൾ പരിശോധിച്ചിരുന്നു. തലയോട്ടി, കൈ, കാൽ അസ്ഥികൾ എന്നിവ പരിശോധിച്ചതിൽ നിന്നും 2 ആൺകുട്ടികളുടേതാണ് ഇതെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. അതേസമയം 2021 അനീഷ ഗർഭിണിയാണെന്ന് സംശയം തോന്നിയ അയൽവാസിയായ ഗിരിജ സുരേന്ദ്രൻ ഇക്കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു. അന്ന് അനീഷയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. മാത്രമല്ല, പറമ്പിൽ കുഴിയെടുത്ത അനീഷ ബക്കറ്റിൽ കൊണ്ടുവന്ന എന്തോ കുഴിച്ചിടുന്നത് ഗിരിജ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ തന്നെപ്പറ്റി അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷ ഗിരിജയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുണ്ടായി. എന്നാൽ പരാതി പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഹോർമോൺ വ്യതിയാനം കാരണം തടി കൂടുന്നു എന്നാണ് അനീഷ തന്റെ ഗർഭം മറയ്ക്കാനായി പറഞ്ഞിരുന്ന ന്യായം. ഒപ്പം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. 2021 അനീഷയുടെ ആദ്യ പ്രസവം. വീട്ടിലെ ശൗചാലയത്തിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത്. ജനിച്ച ആൺകുഞ്ഞിയെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിയതിനാൽ ജനിക്കുമ്പോഴേ മരിച്ചെന്നും തുടർന്ന് വീടിന് സമീപത്തെ പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്നുമാണ് അനീഷ പറഞ്ഞിരുന്നത്. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചാണ് പ്രസവം നടന്നത്. കുട്ടി കരഞ്ഞതിനെ തുടർന്ന് അയൽക്കാർ അറിയാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഭവിന്റെ വീട്ടിലേക്ക് മൃതദേഹം തന്റെ സ്കൂട്ടറിൽ അനീഷ എത്തിക്കുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് ഭവിന്റെ വീടിന് പിന്നിലെ തോട്ടിൽ കുട്ടിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നു. ഇവിടെ നിന്നും ഭവിൻ പിന്നീട് കുഴി തോണ്ടിയാണ് അസ്ഥി പുറത്തെടുത്ത് സൂക്ഷിച്ചത്. ആദ്യ കുട്ടിയുടെ അസ്ഥി അനീഷ തന്നെയാണ് ഭവിന് എത്തിച്ചു നൽകിയത്. മാതാപിതാക്കൾക്ക് ദോഷം വരാതിരിക്കാൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അനീഷയിൽ നിന്നും ഭവിൻ അസ്ഥി വാങ്ങിയത്. എന്നാൽ അനീഷ തന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പിടിവള്ളിയായാണ് ഭവിൻ അസ്ഥി സൂക്ഷിച്ചത്. ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവം 4 വർഷം മറച്ചു പിടിച്ചെങ്കിലും കഴിഞ്ഞ 6 മാസമായി ഭവിനും അനീഷയ്ക്കും ഇടയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. അനീഷ തന്നെ ഒഴിവാക്കുമോ എന്ന ചിന്തയ്ക്കൊപ്പം താനറിയാതെ മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നു എന്ന വിവരവും ഭവിനിൽ ആശങ്കയുണ്ടാക്കി. ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തുറന്നു പറയുന്നതും പുറം ലോകം അറിയുന്നതും.